ട്രംപ് കുറേ കാലമായിട്ട് ഇതിൽ കള്ളക്കളി കളിക്കുന്നുണ്ട്. ട്രംപ് ഇസ്രായേലിൻ്റെ പക്ഷത്താണ് എന്ന് തോന്നിക്കുകയും പണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ അമേരിക്ക ഉണ്ട്. ഇസ്രായേലിന് സ്വന്തം കാലിൽ നിൽക്കാൻ ഗതിയില്ലാത്ത കാലത്ത് അമേരിക്ക വമ്പൻ ശക്തിയായിരുന്ന കാലത്ത് ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ട്, തർക്കം ഇല്ല. ഇസ്രായേലിനെ ഉണ്ടാക്കിയതിൽ UN അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും പ്ലാനും ഡിസൈനും ഒക്കെ ഉണ്ടാക്കുന്നതിലും ഇന്നത്തെ ഇസ്രായേൽ ഭരണകൂടം രൂപീകരിക്കുന്നതിലും ഒക്കെ അമേരിക്കക്ക് പങ്കുണ്ട്. അത് അന്നത്തെ അമേരിക്ക, ട്രംപിൻ്റെ അമേരിക്ക അല്ല. ട്രംപിൻ്റെ അമേരിക്ക ഇപ്പോൾ ഒന്നും ചെയ്യാതെ അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ ട്രംപ് കളിക്കുന്നൊരു കളിയുണ്ട്. കളി എന്താ വെച്ചാൽ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുക. എന്നാലോ അറബ് ലോകത്തിൻ്റെ എണ്ണ വേണം എന്നുവെച്ചാൽ അറബ് ലോകത്തിന് പിന്തുണ വേണമെന്ന് പറഞ്ഞാൽ എണ്ണ വേണം. അറബ് ലോകത്തെ പിണക്കാനും വയ്യ. എന്നാൽ അറബ് രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഫലസ്തീൻ്റെ പക്ഷത്ത് നിൽക്കില്ല. കാരണം അവർക്ക് ഇസ്രായേലിനെ കൊണ്ട് ഉപകാരമുണ്ട്. മാത്രമല്ല ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ ഇത്രയേറെ വഷളാക്കിയത് അറബ് രാജ്യങ്ങളാണ്, അവരുടെ തന്നെ മുൻകാല ചെയ്തികളാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. സൗദി അറേബ്യ മിണ്ടിയിട്ടില്ലല്ലോ. സൗദി അറേബ്യ ഫലസ്തീൻ പക്ഷത്തല്ലല്ലോ. UAE ഇല്ലല്ലോ, കുവൈറ്റ് ഇല്ലല്ലോ, ബഹ്റൈൻ ഇല്ലല്ലോ. അപ്പോൾ അക്കൂട്ടത്തിൽ അവിടെ ഒരു പാൻ ഇസ്ലാമിക് സങ്കല്പവുമായിട്ട് ഒരു ലോക ഇസ്ലാമിക വികാരവുമായി ഫലസ്തീനികളെ സമീപിക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഖത്തറാണ്.